കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അധിക്ഷേപങ്ങളും വ്യക്തിപരമായ കടന്നാക്രമണങ്ങളും ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് ജനാധിപത്യ മൂല്യങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഗൗരവകരമായ സംവാദങ്ങൾക്ക് ചാണ്ടിയുമ്മന്റെ വാക്കുകൾ വഴി തുറന്നിരിക്കുകയാണ്. പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും ദീപിക പത്രത്തിനുമെതിരെ നടത്തിയ പരാമർശങ്ങൾ കേവലം ഒരു വാഗ്വാദം എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹിക കെട്ടുറപ്പിനെയും മാധ്യമ സംസ്കാരത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചൂടൊഴിഞ്ഞതിന് പിന്നാലെയാണ് പി.സി. ജോർജും മകനും കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയും ദീപിക പത്രത്തിനെതിരെയും കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയത്. സഭയുടെ നിലപാടുകളിലും ദീപിക പത്രം സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളിലും അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ പ്രസ്താവനകൾ വിശ്വാസികൾക്കിടയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായി. ബിഷപ്പിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന പൊതുവികാരവും ശക്തമാണ്. പി.സി. ജോർജിന്റെ കടന്നാക്രമണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയ ചാണ്ടിയുമ്മൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെക്കാൾ ജനാധിപത്യ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന വശങ്ങൾ ഇവയാണ്. ദീപിക സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പത്രമാണ് എന്ന ചാണ്ടിയുമ്മന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. ഒരു മാധ്യമം എപ്പോഴും ഭരണകൂടത്തിനൊപ്പമോ ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തോ നിൽക്കണമെന്നില്ല. ദീപിക പത്രം തന്റെ പിതാവായ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്നത്തെ UDF സർക്കാരിനെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. മാധ്യമങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പറയാനും എഴുതാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭരണകൂടത്തിന്റെയോ വ്യക്തികളുടെയോ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. അതിനെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എല്ലാവരുടെയും വായ മൂടിക്കെട്ടുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകില്ലെന്നും അതിന് അനുവദിക്കില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നൽകുന്ന പിന്തുണയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവനകളെ ചാണ്ടിയുമ്മൻ എടുത്തു പറഞ്ഞു. ഏത് മതവിഭാഗമായാലും കേരളത്തിലെ മതസ്ഥാപനങ്ങൾ ജനങ്ങളെ കരുതുന്നവയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിലും സഭാ നേതൃത്വം നൽകുന്നത് വലിയ പങ്കാണ്. കാഞ്ഞിരപ്പള്ളി പിതാവിനെതിരെ പി.സി. ജോർജ് നടത്തിയ ആക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ വ്യക്തിയാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എന്നും ഒരു ബിഷപ്പിന് പോലും സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പി.സി. ജോർജ് കാത്തിരുന്നുവെന്ന ചാണ്ടിയുമ്മന്റെ നിരീക്ഷണം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് സഭയുടെയും വിശ്വാസികളുടെയും വോട്ട് ലക്ഷ്യമിട്ട് നിശബ്ദത പാലിച്ചവർ വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതിന്റെ പേരിൽ ബിഷപ്പിനെതിരെ തിരിയുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മതമേലധ്യക്ഷന്മാരെയും മാധ്യമങ്ങളെയും കരുവാക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. ഒരു വ്യക്തിക്ക് തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഒരു ബിഷപ്പിനോ ഒരു പത്രത്തിനോ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ അവകാശമുണ്ട്. അതിനെ തെരുവിലിട്ട് അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. പി.സി. ജോർജിനെ പോലെ ദീർഘകാലം പൊതുരംഗത്തുള്ള ഒരാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ചാണ്ടിയുമ്മൻ ഉയർത്തിക്കാട്ടിയതുപോലെ വാ മൂടിക്കെട്ടുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ അന്ത്യമാണ്. വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്. സഭയായാലും പത്രമായാലും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം. രാഷ്ട്രീയക്കാർക്ക് അതിൽ വിമർശനം ഉണ്ടാകാം. എന്നാൽ ആ വിമർശനം വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ളതാകണം, അല്ലാതെ വ്യക്തിഹത്യയാകരുത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം എപ്പോഴും മതസൗഹാർദ്ദത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുവെന്ന ആരോപണം കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അവ സാമൂഹിക വികസനത്തിൽ വഹിക്കുന്ന പങ്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ഗ്രാമങ്ങളിലും വിദ്യാലയങ്ങളും ആശുപത്രികളും സ്ഥാപിച്ച് സാധാരണക്കാരെ കൈപിടിച്ചുയർത്തിയത് ഇത്തരം സ്ഥാപനങ്ങളാണ്. ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലെ ഏറ്റവും പഴയ പത്രങ്ങളിൽ ഒന്നാണ്. സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ അത് കാട്ടുന്ന ആർജവം പലപ്പോഴും രാഷ്ട്രീയക്കാരെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വലിയ നേതാവ് തന്നെ വിമർശിച്ച പത്രത്തെ പോലും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പത്രമെന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയുടെ അടയാളമായി കാണുന്നു. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ചാണ്ടിയുമ്മനും സംസാരിക്കുന്നത്. പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനകൾ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ ജനാധിപത്യപരമായ രീതിയിൽ നേരിടാനാണ് ചാണ്ടിയുമ്മൻ ശ്രമിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. വിമർശനങ്ങൾ സ്വാഗതം ചെയ്യപ്പെടണം, എന്നാൽ അത് വിദ്വേഷ പ്രസംഗങ്ങളോ അധിക്ഷേപങ്ങളോ ആയി മാറരുത്. കേരളത്തിലെ മതസ്ഥാപനങ്ങളും മാധ്യമങ്ങളും ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ കൂടി ഉത്തരവാദിത്തമാണ്. വരും ദിവസങ്ങളിൽ ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എങ്കിലും ചാണ്ടിയുമ്മന്റെ നിലപാടുകൾ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആരുടെയും വായ മൂടിക്കെട്ടാൻ ആർക്കും കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വിവാദത്തിലൂടെ പുറത്തു വരുന്നത്.